ഈ കഴിഞ്ഞ കൺവെൻഷനുകളിലൊക്കെ നമ്മൾ ധ്യാനിച്ചത് ആദ്യത്തെ 2 കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുക, വിശ്വാസ പ്രമാണത്തിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ഓരോ വാക്കും അർത്ഥമുള്ള വാക്കുകളാണ്. ഒരു വാക്ക് പോലും വിട്ടുകളയാനില്ല. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയലാണ് നമ്മൾ നടത്തുക. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്കിത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അസംഭവ്യമെന്ന് നീ എഴുതി തള്ളിയ കാര്യം പോലും കർത്താവിന്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്കിത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വാസം ഏറ്റു പറഞ്ഞാൽ, എന്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്തു തീർക്കാൻ പറ്റും, ഇത് അസംഭവ്യമാണെങ്കിലും ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിലും നീ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഇത് നടക്കുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് പ്രത്യേകത. കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതൊരു കാര്യം നമ്മൾ ഓർക്കുക. ആദ്യത്തെ വാക്ക് ഇതാണ്: സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ഏറ്റു പറയണം. രണ്ടാമത്തെ കാര്യം ഇതാണ്: ഈ സർവശക്തനായ ദൈവം നിന്റെ അപ്പനാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആശ്വാസം. നിന്റെ അപ്പനുണ്ടല്ലോ, തിരിച്ചു പറഞ്ഞാൽ നിന്റെ അപ്പനുണ്ടല്ലോ, ഈ ലോകത്തിൽ കാണുന്ന അപ്പനല്ല, എന്തും ചെയ്തു തരാൻ സാധിക്കുന്ന ഒരപ്പൻ നിനക്കുണ്ട്. ഒരപ്പനോട് നീ പറഞ്ഞാൽ എത്രമാത്രം സ്വാതന്ത്ര്യം നിനക്കുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിന്റെ അപ്പനോട് പറഞ്ഞാൽ നിന്റെ ഈ ലോകത്തിലെ അപ്പന് സാധിക്കാത്ത കാര്യങ്ങൾ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് സാധിച്ചു തരാൻ കെൽപ്പുള്ള ഒരപ്പൻ നിനക്കുണ്ട്. നീ ആ അപ്പനോട് സ്നേഹത്തോടെ പറയാത്തതാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിനക്ക് നിരാശയുണ്ടെങ്കിൽ, അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ അപ്പനെ അപ്പനായിട്ട് അംഗീകരിച്ച് ഈ അപ്പൻ സർവശക്തനാണെന്നുള്ള ബോധമില്ലാതെ നീ പറയാതിരിക്കുന്നത് കൊണ്ടാണ്. നീ പറഞ്ഞാൽ നിന്റെ കാര്യം അവൻ ഏറ്റെടുക്കും. കാരണം അവന് വാക്ക് മാറാൻ പറ്റാത്ത ഒരു ദൈവമാണ്, സർവശക്തനാണ്, അതേസമയം നിന്റെ അപ്പനുമാണ്. നമ്മൾ ഈ 2 കൺവെൻഷനുകളിലായിട്ട് പറഞ്ഞു വെച്ചത് ഈ ഒരു സത്യമായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് 2 കാര്യങ്ങൾ നമ്മളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് നിന്റെ ദൈവം ഏക ദൈവമാണ്. ഏക ദൈവമാണ്. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരൊറ്റ ദൈവത്തിൽ നീ വിശ്വസിക്കണം. അതല്ലെങ്കിൽ നിന്റെ ഈ വിശ്വാസ പ്രമാണം മുഴുവൻ വ്യർത്ഥമാണ്. നീ വിശ്വസിക്കുന്നത് മുഴുവൻ വ്യർത്ഥമാണ്. വിട്ടുവീഴ്ചയില്ലാതെ കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണെന്ന് നീ ഓർക്കണം. ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ കർത്താവ് ചെയ്യല. ബാക്കി എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചകൾ കർത്താവ് ചെയ്യും. പക്ഷെ ഈ ഒറ്റ കാര്യത്തിന്റെ പേരിൽ സ്പോട്ടിൽ കർത്താവ് ഉപേക്ഷിച്ച് കളയും. അതാണ് കർത്താവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ചെറിയൊരു ഭംഗം വരുത്തിയാൽ പോലും ദൈവം സഹിക്കുകയല്ല. ദൈവത്തിനൊരു പകരക്കാരനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പിനി ആയിട്ട് ഒരു ടയറോടെ വെക്കുന്ന പോലെ ആ പരിപാടി തമ്പുരാന് പറ്റുകയില്ല. നീ വിശ്വസിക്കുന്നുവെങ്കിൽ വേറെ ഒരൊറ്റ കാര്യത്തിലും വിശ്വസിക്കരുത്. നിനക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് ഏറ്റു പറയണം. അല്ലാത്തടത്തോളം നീ ഒരു ക്രിസ്ത്യാനിയേ അല്ല. ഏക ദൈവത്തിലുള്ള വിശ്വാസമില്ലാതെ നീ ഒരു ക്രിസ്ത്യാനിയല്ല. നമ്മളത് ഇതിന്റെ കാര്യത്തിൽ കർത്താവ് ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. ഏക ദൈവത്തിലുള്ള വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കർത്താവ് തയ്യാറല്ല. അത് നമ്മളെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിസ്സാരമായിട്ട് പോലും തമ്പുരാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ വരുത്താൻ പാടില്ല. ഒരു ചെറിയ അന്ധവിശ്വാസം പോലും വന്നാൽ പിന്നെ ദൈവകാരം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കില്ല. അതാണ് വ്യത്യാസം. നിന്റെ ദൈവമായ കർത്താവ് ഏക ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ വെള്ളം ചേർത്താൽ പിന്നെ നിന്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ പറ്റില്ല, നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ദൈവത്തെയും മാമോനായെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമല്ല. ആ പരിപാടി തമ്പുരാന്റെ അടുത്ത് പറ്റുകയില്ല. 2 വള്ളത്തെ കാലി ഒട്ടിക്കൊണ്ടുള്ള പരിപാടി പറ്റുകയില്ല. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഒറ്റ ദൈവം, ഒരൊറ്റ ദൈവം, വേറെ ഒന്നും നിന്നെ ഭയപ്പെടുത്താൻ പാടില്ല. നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അത് ഈ ഒറ്റ കാര്യത്തിലായിരിക്കണം. എന്റെ മനസ്സിൽ നിന്ന് ഒരണുവിട പോലും വിട്ടുവീഴ്ചയില്ലാതെ എന്റെ ദൈവത്തെ മാത്രം ഏറ്റുപറഞ്ഞ് ഞാൻ ജീവിക്കും എന്നതല്ലാതെ വേറെ ഒരു പേടിയും നമുക്കുണ്ടാകാൻ പാടില്ല.
നമ്മുടെ എപ്പോഴും ഭയമാണ് നമ്മളെ ഈ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നത്. ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ അകറ്റുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷെ അത് എപ്പോഴും ഉപയോഗിക്കുന്ന മാർഗം അതാണ്, ഭയപ്പെടുത്തുക. ഞാനൊരു പള്ളിയിൽ ഇരുന്ന സമയത്ത് ഒരു വീട്ടുകാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വീട് പൊളിക്കാനായിട്ട് തീരുമാനിച്ചു, വീട് പൊളിച്ചു, ഫ്രണ്ടൊക്കെ പൊളിച്ച് പണിയാനായിട്ട് പോയപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥാനം കൃത്യമാണ്, അതിൽ നിന്ന് ഒരു കോലും കൂടെ മുന്നോട്ട് നിങ്ങളുടെ വീട് കയറ്റി പണിതാൽ കുടുംബനാഥൻ ഒരാഴ്ചക്കകം മരിക്കുന്നു. ഇവർ ആ പടം ഞെട്ടിത്തെറിച്ചു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ വീടിന്റെ ഫ്രണ്ട് പൊളിക്കുകയും ചെയ്തു, കെട്ടാനും പറ്റുമല്ല, കാരണം കെട്ടിക്കഴിഞ്ഞാൽ കുടുംബനാഥൻ മരിച്ചു പോന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിത് വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും കുടുംബനാഥൻ ഇത് പൊളിച്ചാലും കെട്ടിയാലും കെട്ടിയില്ലേലും ചത്തുപോകും അടുത്ത ആഴ്ച. അതുകൊണ്ട് ധൈര്യമായിട്ട് തമ്പുരാന്റെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 2 അല്ല 3 കോല് മുന്നോട്ട് കെട്ടിക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പുണ്ടായിരിക്കണം. ഉറപ്പില്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് പോരുത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ്, അവരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, എല്ലാ സ്ഥാനങ്ങളും തമ്പുരാൻ ഉറപ്പിച്ചതാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞു. 5 കൊല്ലമായി, ഒരു കുഴപ്പമില്ല. കുടുംബനാഥൻ ഇപ്പോഴും പച്ചയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വെറുതെ ഭയപ്പെടുത്തും. നമുക്കൊരു വിശ്വാസമൊന്നുമില്ല. പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, എനിക്ക് അതിനകത്ത് വിശ്വാസമൊന്നുമില്ല. പക്ഷെ എല്ലാരും പറയുമ്പോ അതാണ് കുഴപ്പം. എല്ലാരും പറയുമ്പോ അതാണ് പ്രശ്നം. ഭയം. നമ്മുടെ ആദ്യകാലം മുതലേ മനുഷ്യര് പേടിപ്പെടുത്തുന്ന എല്ലാത്തിനെയുമാണ് ആരാധിക്കാനായിട്ട് തുടങ്ങിയത്. കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഭയങ്കര കാറ്റും മഴയും വന്ന് കൃഷി നശിച്ചു പോയി. ഉടനെ കാറ്റിനെയും മഴയെയും ആരാധിക്കാൻ തുടങ്ങി. കാരണം ഞാൻ കഷ്ടപ്പെടുന്നതിനെ നശിപ്പിക്കുന്നു എന്നാണത്. അതിനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അത് വരാതിരിക്കുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എന്നെ ഭയപ്പെടുത്തുന്ന എന്തുണ്ടോ അതിനെയൊക്കെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യനെക്കാട്ടിലും വലുതായിട്ടുള്ള എല്ലാത്തിനെയും മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി. ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കർത്താവ് എപ്പോഴും നടപ്പുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ പൊതിഞ്ഞ് അവരെ കൊണ്ടുപോകുന്നു. ഒരു അനർത്ഥവും അവർക്ക് സംഭവിക്കുകയല്ല. കർത്താവാണ് അവർ കാലക്കാരനായിട്ട് പോവുക. അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന കർത്താവാണ്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ, ബാക്കിയൊക്കെ കർത്താവ് സഹിക്കും. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഈ മനുഷ്യൻ മറ്റൊരു ദൈവമെന്ന് പറയുന്ന എന്തിനെയെങ്കിലും ആരാധിക്കാൻ വേണ്ടി പോയാൽ അപ്പോഴേ ദൈവം കൈവിട്ട് കളയാണ്. ദൈവം കൈവിട്ട് കളയുക എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന് അവിടെ കൂടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അവരെല്ലാത്തിനും പരാജയപ്പെട്ടു പോവാണ്. ഒരിടത്ത് പോലും ചെറിയ സൈന്യത്തോട് പോലും യുദ്ധം ചെയ്തിട്ട് അമ്പേ പരാജയപ്പെട്ട് ഓടുകയാണ്. കാരണം അവരുടെ കൂടെ ഏക ദൈവമായ ദൈവമില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിസ്സാരമായിട്ട് പോലും ഈ ദൈവം, ഏക ദൈവം എന്നൊരു കാര്യത്തിൽ ഒരു വെള്ളം ചേർക്കരുത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു രീതിയിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാല് മനുഷ്യൻ തമ്മിലുള്ള സൗഹാർദ്ദം നഷ്ടപ്പെടാതിരിക്കാൻ അവന്റെ ദൈവത്തെ കൊണ്ട് അങ്ങ് അംഗീകരിച്ചേക്കാം. അത് ദൈവം ഒരിക്കലും അംഗീകരിക്കല്ലോ കേട്ടോ. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോണം, ക്രിസ്ത്യാനിക്ക് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒന്നില്ല. നിങ്ങൾ അച്ഛനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്ത്യാനിക്ക് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒന്നില്ല. മതസൗഹാർദ്ദം ഉണ്ടെങ്കിൽ അവരുടെ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അവന്റെ ദൈവത്തെ വിശ്വസിച്ചോട്ടെ, ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം എന്ന് പറയുന്ന വേറൊന്നില്ല. മറ്റു ദേവന്മാരെന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവമല്ല. അതാണ് അതിന്റെ വ്യത്യാസം. മനുഷ്യനെ സംബന്ധിച്ച്, അതായത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചവരാണ് എല്ലാ മനുഷ്യരും എന്നതുകൊണ്ട് മനുഷ്യ സൗഹാർദ്ദമുണ്ട്. പക്ഷെ മതസൗഹാർദ്ദമോ ദൈവങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അവനൊരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ ദൈവം. ഞാൻ അങ്ങനത്തെ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ ബൈബിളൊക്കെ വായിച്ചതിന്റെ ഫലമാണ്. പക്ഷെ എന്നെക്കാട്ടിലും മുമ്പേ സാധാരണ മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ടൂറ് പോയ സമയത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അടുത്ത് അപ്പൊ ഞങ്ങളൊക്കെ ഇടവക്കാരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ കയറാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റും. പക്ഷെ ഈ പറയുന്ന ശ്രീകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ അച്ഛനായിട്ടുള്ള ആളാണെന്നപ്പം
ഞാൻ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. പോയി അവിടെ ചെന്നു. എനിക്കും ഒരു ചെറിയ ആഗ്രഹം, ഒന്ന് അകത്തൊക്കെ ഒന്ന് കയറി കണ്ടാലോ, വണങ്ങുന്നൊന്നുമില്ല, അവിടെ ചെല്ലണം, കയറി കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പോ ഒന്ന് കയറി കണ്ടേക്കാം, അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ ക്രിസ്ത്യാനി എന്നൊരു നാമം മറച്ചു വെച്ച് കയറാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരച്ചായൻ വന്ന് എന്റെ കോളറ കയറി പിടിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഒരച്ചായൻ, എന്റെ ഇടവക്കാരനാണ്. അച്ചായൻ എന്റെ കോളറ കയറി പിടിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കയറി കാണാനായിട്ടായിരുന്നു. അച്ചായൻ എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കാണ്, കൈ മടക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കുകയില്ല. ഒരു അച്ചായൻ പറഞ്ഞ വാക്കാ, കൈ മടക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ ഒരു അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കുകയില്ല. അച്ഛൻ എന്നോട് ഒരു കണ്ടമാനം അങ്ങ് ദേഷ്യപ്പെട്ടു എന്നോട് പറഞ്ഞു, അച്ഛനാന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒറ്റ ദൈവമേ ഉള്ളൂ, അത് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒറ്റ ദൈവമുണ്ട്, അത് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ചായ ഞാൻ ഇത് വിശ്വസിക്കുന്നതുകൊണ്ടൊന്നുമല്ല, ഒന്ന് അകത്തൊന്ന് കാണാൻ വേണ്ടിട്ടാ. എന്നാ കാണാൻ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അച്ചായൻ പറഞ്ഞൊരു കാര്യമാ, അച്ഛനെന്ന് അകത്ത് കയറിയാൽ അച്ഛനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും അതൊരു വളമായിട്ട് തീരും. അച്ഛൻ വണങ്ങുകയില്ലായിരിക്കാം, പക്ഷെ പുറകെ വരുന്നവൻ അവിടെ ചെന്നിട്ടൊന്ന് കുമ്പിട്ടാൽ അത് അച്ഛനെതിരായിട്ടുള്ള പാവമാന്ന് പറഞ്ഞു. ശരിയാ എന്റെ പ്രിയമുള്ളവരെ, ശരിയാ. അന്ന് ഞാൻ അവിടെ കയറിയില്ല, ഇറങ്ങിപ്പോന്നു. ആൾക്കാരെയും വിളിച്ചോണ്ട് പോന്നു, കയറരുതെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, വേറൊരു ദൈവത്തെ അറിയാതെ പോലും വണങ്ങാൻ ഇടവരരുത്. അത് നിന്റെ ദൈവത്തെ നിന്നിൽ നിന്ന് അകറ്റുന്നതാണ്. വേറൊരു ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്കറിയാം, കർത്താവ് പഴയ നിയമത്തിൽ വേശ്യാവൃത്തിയോടാണ് ഇതിനെ താരതമ്യപ്പെടുത്തുക. അച്ഛൻ ഈ പറയുന്നത് വലിയ വിവാദമൊന്നും ആക്കണ്ട, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അച്ഛൻ പറയുക. വേശ്യാവൃത്തിയോടാണ് മറ്റൊരു ദേവന്മാരെ ആരാധിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയാ. അപ്പോഴേ കർത്താവ് ഭയങ്കരമായിട്ട് അങ്ങ് പറയാ, ഞാൻ തള്ളിക്കളയും, നിങ്ങൾ എന്റെ ജനം അല്ല, ഞാൻ നിങ്ങളുടെ ആരും അല്ല. ഒരു സാധാരണ മനുഷ്യൻ കിടന്ന് അലമുറയിട്ട് പറയുന്നത് പോലെ കർത്താവ് പറയുക. ചില മക്കളൊക്കെ ചില അനുസരണക്കേട് കാണിക്കുമ്പോ അപ്പന്മാരും അമ്മമാരും ഒക്കെ പറയത്തില്ലേ, അവൾ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി അവളുടെ അപ്പനും അല്ല അമ്മയും അല്ല ആരും അല്ല എന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറയുന്ന പോലെ ദൈവം അലമുറയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഈ ഹോസിയ പ്രവാചകനോടൊക്കെ കർത്താവ് കാണിക്കുന്ന ക്രൂരത പോലെ നമുക്ക് തോന്നും അല്ലേ. ഹോസിയ പ്രവാചകനോട് പറയാണ്, നീ ഒരു വേശ്യയെ കല്യാണം കഴിക്കുക, നമ്മളാണ് ചെയ്യുവോ? ഈ പ്രവാചകനോട് പറയാം, നീ മനസ്സിലാക്കണം, എന്റെ വേദന നീ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് തെരഞ്ഞെടുത്ത പ്രവാചകനോട് കർത്താവ് പറയാണ്, നിനക്ക് എന്റെ വേദന നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ആദ്യം ഒരു വേശ്യയെ കല്യാണം കഴിക്കുക. അവൻ പോയി കല്യാണം കഴിക്കുകയാണ്, അതിന്റെ പ്രാരാബ്ദം. എന്നിട്ട് അവന്റെ മക്കൾക്ക് പേരിടുന്ന പേരിടിലൊക്കെ നമ്മളിപ്പോ കേട്ടത്. എന്റെ മക്കൾ, ഞാൻ നിങ്ങളെ തള്ളിക്കളയും, നിങ്ങൾ ഇനി എന്റെ ജനമല്ല എന്നൊക്കെ പറഞ്ഞാണ് കർത്താവ് അവർക്ക് പേരിട്ട് കൊടുക്കുന്നത്. എന്ന് ഓർത്തു നോക്കി, കാലാകാലങ്ങളിൽ ഈ കൊച്ചു ജീവിക്കേണ്ടത് നീ എന്റെ ജനമല്ല എന്നാണ് വിളിക്കുന്നത്. നീ എന്റെ ജനമല്ല വിളിക്കുന്ന പേരാ. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നീ നിന്റെ ദൈവത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നടത്തുന്നത്. മറ്റൊരു ദൈവം എന്ന രീതിയിൽ വേറൊരു കാര്യത്തെ ആരാധിക്കാനായിട്ട് പോകുന്നത്, വണങ്ങാനായിട്ട് പോകുന്നതൊക്കെ അത്ര വലിയ പാപമാണ്. കർത്താവ് പ്രമാണങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ പ്രമാണം ഇതാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതേ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് ഏക ദൈവമായിട്ട്. ഈ ഒരു ഏക ദൈവത്തിലുള്ള വിശ്വാസം നീ ഏറ്റുപറയാത്രത്തോളം കാലം നീ ഒരു ക്രിസ്ത്യാനി അല്ല. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുമ്പോൾ ദൈവം കരയും. കാരണം ഇതിലുള്ള വിശ്വാസമാണ്, ഈ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. ഇതില്ലാതെ മറ്റൊരു കാര്യവും ഏറ്റുപറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും സാധനങ്ങൾ ഇതുപോലെ ഇരിപ്പുണ്ടോ? നമ്മളെ പേടിപ്പെടുത്തിയതിന്റെ പേരിൽ, പിശാചൻ നമ്മളെ പേടിപ്പെടുത്തിയതിന്റെ പേരിൽ കുറച്ച് ദുരിതങ്ങൾ ഉണ്ടാവുകയാണ്. അടുപ്പിച്ച് കുറച്ച് സഹനങ്ങൾ ഉണ്ടാവുകയാണ്, ചില രോഗങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ആരെങ്കിലും ഒക്കെ പറയുന്നത്, അവിടെ പോയി ഒന്ന് ഓതി കിട്ടിയാൽ റെഡിയാകും, അതോടെ അവന്റെ കാര്യം പോക്കാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ചിലപ്പോ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോയാൽ അവർ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ട്, ഈ ഒരു കാര്യത്തെ കുറിച്ച് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ദൈവം അത് കണക്കിലെടുക്കുമായിരിക്കാം. പക്ഷെ ക്രിസ്ത്യാനി, നീ പോയാൽ, നീ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ, ഇറങ്ങി തിരിച്ചാൽ അതോടെ തീർന്നു. നിന്റെ ദൈവത്തിന്റെ കരം നിന്നിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു പോകും, ഉറപ്പാണ്. നിന്റെ വീട്ടിൽ ഇനിയുള്ള അസ്വസ്ഥതയ്ക്കൊക്കെ കാരണം, അതിനുശേഷമുള്ള സർവ്വ അസ്വസ്ഥതയ്ക്കും കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം വീട്ടിൽ കയറി ഇരിക്കുന്നതായിരിക്കും. അത് കളയാത്രത്തോളം കാലം എന്റെ പ്രിയമുള്ളവരെ നിനക്ക് രക്ഷയില്ല, നീ രക്ഷപ്പെടുകയില്ല.
ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ എടുത്തു കളയേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. അവസാനം പ്രാർത്ഥിച്ച് വരുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടോ? ഉണ്ടച്ചോ അത് എടുത്തു കളയാവോ? പേടിയാച്ചോ? കുഴിച്ചിടാൻ പേടിയില്ലായിരുന്നു, പക്ഷെ എടുത്തു കളയാൻ പേടിയാണ്. നമ്മൾ അവരുടെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ എടുത്തു കളയണം. നമ്മുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവര്. എന്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവിനെ കൂട്ടുപിടിച്ചിട്ട് വേറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ അതോടെ നിന്റെ കാര്യം തകരുകയാണ്. കാരണം എന്താണെന്നറിയാവോ? അത്രയും നാള് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ദൈവം അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ടു പോകേണ്ട അവസ്ഥ വന്നു. ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ പ്രിയമുള്ളവരെ എടുത്ത് കളഞ്ഞേക്ക്. മോശ കർത്താവിന്റെ കൽപ്പനകൾ, കർത്താവ് എഴുതി കൊടുത്ത കൽപ്പനകളുമായിട്ട് സന്തോഷത്തോടെ മലയിൽ നിന്ന് ഇറങ്ങി വരിക. കർത്താവ് മലമുകളിലോട്ട് വിളിച്ചു വരുത്തിയ മോശയും കാണുന്നില്ല, കർത്താവിന്റെ അരുളപ്പാടും കാണുന്നില്ല. ഇസ്രായേൽ ജനം അഹ്റോനെ പിടിച്ചു കെട്ടിയിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി വലിയ സംഭവം ഉണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി, എല്ലാവരുടെ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി തുള്ളുക. മോശ ഇറങ്ങി വരുമ്പോ മോശ കർത്താവിന്റെ കൽപ്പനകളും പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ പ്രവാചകനാ, കർത്താവിന്റെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട്. കർത്താവിന്റെ ദേഷ്യം മോശ കാണിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാവോ? കൽപ്പനകൾ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. കല്ലിന്റെ പലക എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഒരു തേങ്ങയൊക്കെ എറിഞ്ഞു പൊട്ടിക്കാൻ നമുക്ക് സഹിക്കാം. കല്ലും കൊണ്ടുണ്ടാക്കിയ പലക ഒറ്റ ഏറിന് പൊട്ടിക്കുകയാണ്. അത്രയ്ക്ക് ദേഷ്യമാണ് കർത്താവ് കാണിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനൊരു കാര്യം നമ്മൾ വരുത്തി വെക്കണം. ഇങ്ങനൊരു കാര്യം നമുക്ക് ഉണ്ടാവണോ? നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ദൈവം തമ്പുരാന്റെ കാര്യത്തില് ഒരു ചെറുതായിട്ട് പോലും ഒരു വെള്ളം കലർത്തൽ ഉണ്ടാവരുത്. ചെറുതായിട്ട് വരും. കർത്താവിന് സഹിക്കുകയില്ലാത്ത ഒന്നാണ്. കർത്താവിന് സഹിക്കുകയില്ലാത്ത, അവന് കരുണയില്ലാത്തവനായതുകൊണ്ടല്ല, അവന് പിന്നെ നിന്റെ കൂടെ നിൽക്കാനാവില്ല. കാരണം നിന്നെ പേടിപ്പെടുത്തുന്ന പിശാചിന്റെ പക്കലേക്കാ നീ പിന്നീട് പോകുന്നത്. അതുകൊണ്ട് ഏക ദൈവത്തിലുള്ള വിശ്വാസം നിനക്കുണ്ടാവണം. ഏക ദൈവമാണ് എന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം, എന്തെന്നാൽ ദൈവം ഏകനാണ്, അവിടുന്ന് പരിശുദ്ധരെയും അപരിശുദ്ധരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. അപരിശുദ്ധർ അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ള ആളുകൾ ചിലപ്പോ ഇങ്ങനത്തെ ചില ഓതലുകൾ അല്ലെങ്കിൽ തകിട് കെട്ടലുകളൊക്കെ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കാം. അവരുടെ വിശ്വാസം അതാണ്. അവന് ശരിയായിട്ടുള്ള തമ്പുരാന്റെ കാര്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യമില്ല. അതുകൊണ്ട് അവനെ അത് പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നിട്ടില്ല. അവന്റെ വിശ്വാസത്തിന്മേൽ അവനെ നീതീകരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ എനിക്ക് ഈ ബോധ്യം തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. നിനക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി കർത്താവ് കൃത്യമായിട്ട് കൈ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. നിന്റെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, നീ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ അതിന്റെ പേരിലായിരിക്കും ശിക്ഷിക്കപ്പെടുക എന്ന് കർത്താവ് എഴുതി തന്നിട്ട് അതെനിക്ക് അറിയാമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ കർത്താവ് സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുക, ഏക ദൈവത്തിലുള്ള വിശ്വാസം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. ദൈവം ഏകനാണ്. ദൈവം തന്റെ തന്നെ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. മോശ കർത്താവിനോട് ചോദിക്കും, കർത്താവേ നിന്റെ പേരെന്നാ? കർത്താവ് പറയുന്നു, ഐ ആം ഹു ഐ ആം. വേറെ പേരൊന്നുമില്ല, ഞാൻ തന്നെയാകുന്നു, ആയിരിക്കുന്നവനാകുന്നു. അതാണ് കർത്താവ് പറയുന്ന പേര്. വേറൊന്നിനോട് സാമ്യപ്പെടുത്താൻ ഇല്ലെന്നേ. ഞാൻ എങ്ങനെയാണോ അത് തന്നെയാ ഞാൻ. വേറൊരു കാര്യത്തോട് എന്നെ താതാമ്യപ്പെടുത്താനായിട്ട് പറ്റുകയല്ല. ഞാൻ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ദൈവം മാത്രം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചികളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അവനൊരൊറ്റ ദൈവമേ ഉള്ളൂ എന്നതുകൊണ്ട് പിശാചികൾ പോലും ഭയപ്പെടുകയാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവം. ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വേറൊരു സാധ്യതയില്ല, അല്ലെ? ഹൈക്കോടതിയിൽ പാസ്സാകാത്ത കാലം സുപ്രീം കോടതിയിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ഒരൊറ്റ കേസേ ഉള്ളൂ, ഒരൊറ്റ വിധിയാളനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസം ചങ്കിൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം നിസ്സാരമെന്ന് കരുതുന്നത് പോലും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേ എടുത്ത് മാറ്റിയേക്കണം. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നതാണ്, ഈ വാരഫലമൊക്കെ വായിക്കുന്നത് തെറ്റാണോ വെച്ചാ? ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, വാരഫലമൊക്കെ വായിക്കുന്നത് തെറ്റാണോ? പിന്നെ എന്നാ തെറ്റല്ലേ? അത് വിശ്വസിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയി, എന്തിനാ? നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കുമെന്ന് നിനക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഭാവി അറിഞ്ഞാൽ കൊള്ളാം, അതിനനുസരിച്ച് പ്രിക്കോഷൻ എടുക്കാമല്ലോ.
എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. വാരഫലം നോക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒന്നും വായിക്കുന്നതേ ഉള്ളൂ, രസത്തിന് വായിക്കുന്നതേ ഉള്ളൂ. പിറ്റേ ആഴ്ചയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അവിടെ വന്നപ്പോഴത്തേക്കാണ് വണ്ടി ഒന്ന് ഇടിച്ചു. എന്റെ വാരഫലത്തിൽ ഉണ്ടായിരുന്നു ഈ ആഴ്ച ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഇല്ലേ? അങ്ങനെ നീ ചെറുതായിട്ടെങ്കിലും വിശ്വസിക്കേണ്ട ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് സംഭവിച്ചിരിക്കും. കാരണം നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ പിശാച് ചെയ്യാനായിട്ട് റെഡിയാണ്, നോക്കിയിരിക്കുകയാണ് ഒരു അവസരം കിട്ടാൻ വേണ്ടി. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന ഉറപ്പ് നിനക്കുണ്ടാവണം. ദൈവത്തെ നമുക്ക് അളക്കാൻ പറ്റുമല്ലോ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും ഉണ്ടാവരുത്. ദൈവത്തെ അളക്കാനും നമുക്ക് പറ്റുമല്ലോ. ദൈവം ഇങ്ങനെയാണ് ഇരിക്കുന്നത് പറയാൻ പറ്റുമല്ല. ദൈവത്തെ നിനക്ക് പറയാനായിട്ട് പറ്റുമെങ്കിൽ, നിനക്ക് വിവരിച്ചു കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ, പിന്നെ ആ സെക്കൻഡ് മുതൽ അത് ദൈവമല്ല. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് ദൈവത്തെ അളക്കാൻ പറ്റുമെങ്കിൽ ആ സെക്കൻഡ് കൊണ്ട് പിന്നെ ആ ദൈവം ദൈവമല്ല. നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തവനാണ് ദൈവം. അത് നീ ഒന്നാമത് ഏറ്റുപറയണം. നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തവനാണ് ദൈവം. ദൈവം ഉണ്ടേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം പ്രപഞ്ചത്തിലേക്ക് മാത്രം നോക്കിയാൽ അത് ദൈവം ഉണ്ടെന്നുള്ളതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ നിൽക്കുകയല്ല. രണ്ടു കാലിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ രണ്ടു കാലിൽ ഇത്രയും വയർ സർക്യൂട്ടുകളായിട്ട് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിൽക്കുകയല്ല. അതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിന്റെ ദൈവം ഏകമാണോ പലതാണോ എന്ന് തെളിയിക്കാനൊക്കെ പോയാൽ ഒന്നും നടക്കുകയല്ല. തമ്പുരാൻ കർത്താവ് പറഞ്ഞേക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാകാം. തൃത്വൈക ദൈവം, അയ്യോടാ അതെന്നെ സാധനമാണ്. തൃത്വൈക ദൈവം ഒരേ സമയത്ത് മൂന്നാണ്, അതേ സമയത്ത് ഒന്നേ ഉള്ളൂ. ഇതെങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? വ്യാഖ്യാനിക്കാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്നേഹമാണ്. സ്നേഹമാകണമെങ്കിൽ സ്നേഹിക്കാൻ ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം, സ്നേഹത്തിൽ ഒരാൾ വേണം. അല്ലെ? 3 പേരോട് ഉണ്ടല്ലേ സ്നേഹമാകത്തുള്ളൂ. അല്ലെ പിന്നെ ഒരാൾ തന്നെ അങ്ങനെ സ്നേഹിക്കണം? ഇങ്ങനെ തന്നെ സ്നേഹിക്കും? ഇല്ല. സ്നേഹമാണ് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. നമുക്കതേ അറിയത്തുള്ളൂ. ദൈവം പറഞ്ഞിരിക്കുന്നു ഞാൻ 3 ആളുകളുണ്ട്, അതേ സമയത്ത് ദൈവം പറഞ്ഞിരിക്കുന്നു ഞാൻ ഒന്നേ ഉള്ളൂ. ഇതെങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. കത്തോലിക്ക സഭ ഒരിക്കലും അത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയില്ല. കാരണം അറിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞേക്കുന്നു, അത് കണ്ണും അടച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യം വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസമൊന്നുമല്ല, അത് ശാസ്ത്രമാണ്. തെളിയിക്കപ്പെട്ട സത്യങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ത്രിത്വമാണ്, അതേ സമയത്ത് ഒന്നാണ് എന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കണ്ണു അടച്ച് അങ്ങനെയാണെന്ന് ഏറ്റു പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അഗസ്തീനോസ് പുണ്യവാളന്റെ ഒരു കാര്യമുണ്ട്. അഗസ്തീനോസ് പുണ്യവാളന്റെ ജീവിതത്തെ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം. പുണ്യവാളൻ ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും എഴുതി, എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവശാസ്ത്രം എഴുതി. പക്ഷെ തൃത്വത്തെക്കുറിച്ച് മാത്രം എഴുതാൻ പറ്റുന്നില്ല. എത്ര എഴുതിയിട്ടും കൊണ്ട് ശരിയാകുന്നില്ല, ശരിയായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒത്തിരി ചിന്തിച്ച് പോയപ്പോ ഉറക്കമില്ലാതായി. അങ്ങനെ ഇരുന്ന സമയത്താണ് ദൈവത്തിന്റെ ഒരു വെളിപാട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കാണുകയാണ്. ഒരു കടൽ തീരത്ത് കൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു കൊച്ചു ഇതുപോലെ കക്കയ്ക്കകത്ത് കടലിലെ വെള്ളം ഇങ്ങനെ കോരിയിട്ട് ഒരു കുഴിക്കകത്തോട്ട് ഇങ്ങനെ സ്പീഡിൽ ഒഴിക്കുക. പുണ്യാളൻ ചോദിച്ചു, നീ എന്നാടേ കാണിക്കുന്നത്? അപ്പൊ പയ്യൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഞ്ഞ് കക്കയ്ക്കകത്ത് കോരിയെടുത്ത് ഈ കുഴിയിലൊഴിച്ച് വറ്റിക്കാൻ പോവാന്ന്. അപ്പൊ പുണ്യാളൻ പറഞ്ഞു, നീ എന്തൊരു മണ്ടനാടാ, ഇത്രയും വലിയ കടലിലെ വെള്ളം ഈ കക്കയ്ക്കകത്ത് കോരിയെടുത്ത് ഈ കുഴിക്കകത്ത് ഒഴിച്ചാണ് വറ്റാൻ പോവാണോ? നീ വെറും മണ്ടനാന്ന്. ഈ കൊച്ചു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഇതുപോലെയാന്ന് പറഞ്ഞു. തൃത്വത്തെ കുറിച്ച് നീ എഴുതാൻ പോയാൽ ഒരു കുന്തവും നിനക്ക് എഴുതാൻ പറ്റുമല്ല. കാരണം ഈ കടലിലെ വെള്ളം കക്കയ്ക്കകത്ത് എടുത്ത് ഈ കുഴിയിലൊഴിച്ച് വറ്റിക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമോശമാണ് ഈ തൃത്വത്തെ കുറിച്ച് നീ ചിന്തിക്കുക. കാരണം നിന്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നല്ലെന്നേ ഇത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമല്ലോ നിനക്ക് ദൈവത്തെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമല്ല. ദൈവം എന്ത് വെളിപ്പെടുത്തിയോ അതല്ലാതെ മറ്റൊന്നും ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റുമല്ല. അവൻ വെളിപ്പെടുത്തി തരുന്നവർക്ക് മാത്രം വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൃത്വത്തെ കുറിച്ച് പഠിപ്പിക്കുക. അപ്പൊ അച്ഛൻ ചുമ്മാ ഇത്രയും 3 വർഷം മുഴുവൻ പഠിച്ചിട്ട് അവസാനം 3ാമത്തെ വർഷം അവസാനം പറയും, തൃത്വത്തെ നമുക്ക് ശരിയായി വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല എന്ന് പറയും. അതിനാണ് ഈ 3 കൊല്ലം പഠിക്കുന്നത്. ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃത്വത്തെ എന്തെങ്കിലും ഉദാഹരണം കൊണ്ട് വ്യാഖ്യാനിച്ചു തരാവോ എന്ന് ചോദിച്ചു. ഇല്ലെന്നറിയാം. എന്നിട്ട് ചുമ്മാ അച്ഛൻ തമാശക്ക് ചോദിച്ചതാ. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിടുക്കൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് സിമ്പിൾ അച്ഛാ, നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാം. അതായത് തൃത്വം എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു ടോർച്ച് പോലെയാണ്. ഈ ടോർച്ച് മൊത്തത്തിലുള്ളതാണ് പിതാവായ ദൈവം.
അതിന്റെ കവർ എന്ന് പറയുന്ന സാധനം, അതാണ് പിതാവായ ദൈവം നമുക്ക് വിചാരിക്കാം. അകത്തെ ബാറ്ററി അതാണ് പുത്രനായ ദൈവം. പുറത്തോട്ട് വരുന്ന പ്രകാശം ഉണ്ടല്ലോ, അതാണ് പരിശുദ്ധാത്മാവായ ദൈവം. അച്ഛൻ പറഞ്ഞ് കാലുമടക്കി തന്നാണല്ലോ. കാരണം ഈ കവറിൻ്റെതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ബാറ്ററിക്ക് ബാറ്ററിയുടേതായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. പ്രകാശത്തിന് മറ്റു പല രീതിയിൽ പ്രകാശം പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. എന്റെ പ്രിയമുള്ളവരെ, ത്രിത്വം എന്ന് പറയുന്നത് ഒരേ സമയത്ത് മൂന്നാണ്, അതേ സമയത്ത് ഒന്നിച്ചല്ലാതെ നിലനിൽപ്പില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഉദാഹരണം കൊണ്ടും, പ്രപഞ്ചത്തിലെ ഒരു ഉദാഹരണം കൊണ്ട് പോലും ത്രിത്വത്തെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. നമുക്കുള്ള ഒറ്റ വിശ്വാസം മാത്രമുള്ള എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ദൈവം, അത് ത്രിത്വമാണ്. 3 വ്യക്തികൾ അതിലുണ്ട്, എന്നാൽ അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് കർത്താവ് അല്ലാതെ മറ്റാർക്കും അറിയാനായിട്ട് പറ്റില്ല. കർത്താവ് എത്രമാത്രം വെളിപ്പെടുത്തി തരുന്നോ അത്രയും മാത്രം. കർത്താവ് ഇത്രയും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ഞാൻ 3 അതേ സമയത്ത് ഒന്നുമാണ്. ഒറ്റ ദൈവത്തിലെ നീ വിശ്വസിക്കാവുള്ളൂ. ഒറ്റ ദൈവത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമാണ്, എന്റെ ദൈവമായ കർത്താവ് മാത്രമേ നിന്റെ ദൈവമായിട്ടുള്ളൂ. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ അന്ധവിശ്വാസങ്ങളും നമുക്ക് എടുത്തു കളയാം. ഒരു ദേവനെയോ ഒരു ദേവിയെയോ അല്ലെങ്കിൽ എനിക്ക് പേടി സ്വപ്നമായിട്ടുള്ള ഒന്നിനെയോ ഞാൻ വിശ്വസിക്കരുത്. എന്നെ പേടിപ്പെടുത്തുന്ന എല്ലാത്തിന്റെയും മുമ്പില് എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരൊറ്റ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ആ ദൈവത്തെ തോൽപ്പിക്കാൻ ഒന്നിനും പറ്റില്ല എന്ന ഉറപ്പോടുകൂടി, ആ ദൈവം എന്റെ സർവ്വശക്തനാണെന്നുള്ള വിശ്വാസത്തോടുകൂടി, ആ ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്ന എന്റെ അപ്പനാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റില്ല, ഒരു ശക്തിക്കും. എന്റെ പ്രിയമുള്ളവരെ, അച്ഛൻ ഇതുപോലെ പേടിപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. ചില വ്യക്തികളുടെ വീട്ടിൽ ചില കൊന്തകൾ ഇരുന്നിട്ട് അതാണ് ശാപം എന്ന് പറഞ്ഞ് പരത്തിയിട്ട് ആ കൊന്ത അച്ഛൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും അച്ഛന്റെ മുറി ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, അവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അന്ന് അവര് പറഞ്ഞെന്നറിയാം, അതിനകത്തുനിന്ന് സ്വരം കേൾക്കുന്നു, കൊന്തയ്ക്കകത്തുനിന്ന് സ്വരം കേൾക്കുന്നു, രാത്രിയിൽ കിലുക്കം കേൾക്കുന്നു എന്നൊക്കെയാ പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു കിലുക്കം കേൾക്കാൻ വേണ്ടി ചെവിയുടെ അടുത്ത് വരെ വെച്ച് നോക്കി, ഒന്നും കേട്ടില്ല. തമ്പുരാന്റെ മുമ്പിൽ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നീ കിലുക്കമല്ല, വേണം ചിരി വരെ കേൾക്കും അതിൻ്റെ അകത്തുനിന്ന്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതുപോലെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത്, ചില അന്ധവിശ്വാസങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കൊണ്ട് തരുന്നതാ. അത് ഏറ്റുപിടിക്കല്ലേ. നിന്റെ ദൈവം സർവ്വശക്തനാ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ നീ ഏറ്റു പറഞ്ഞാൽ മതി. ഒരു ശക്തിയും വേറെ ഒരു ശക്തിയും നിന്നെ ഉപദ്രവിക്കാൻ അവൻ സമ്മതിക്കില്ല. പേടിപ്പിക്കുമായിരിക്കാം, നീ കൂടുതൽ കർത്താവിനെ അങ്ങ് അള്ളിപ്പിടിച്ചാൽ മതി. ഒരു കുഴപ്പവും നിനക്കുണ്ടാവില്ല. നിന്റെ ദൈവം ഏക ദൈവമാണെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.